ഒരു പടം 100% സംതൃപ്തി തരിക എന്ന് പറഞ്ഞാൽ അത് വല്ലപ്പോഴും സംഭവിക്കുന്ന വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഐറ്റം ആണ്. അതുപോലൊന്ന് കണ്ടതിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ബാഹുൽ രമേശ് എഴുതി ദിൻജി തയ്യത്താൻ ഒരുക്കിയ എക്കോ. മലയാളം വലിയ ഒരു മലയാളം മാസ്റ്റർ പീസ്. കഴിഞ്ഞ വർഷം ഇതേ ടീമിന്റെ കിഷ്കിന്താകാന്ഡം നൽകിയ അതേ ഇമ്പാക്ട് നൽകുന്ന ഈ വർഷത്തെ ദ ബെസ്റ്റ് മലയാളം മൂവി. പടം കണ്ടു തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഒരു മല കയറുകയാണ്. കയറി അതിന്റെ തുഞ്ചത്തെത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു തിരക്കഥയുടെ എഴുത്തിന്റെ ഒരു വൻമലയുടെ പൊക്കത്തിലാണ് നമ്മൾ കയറിയിരിക്കുന്നതെന്ന്. സോ കിടിലൻ സ്ക്രിപ്റ്റ്. ഈ പത്മരാജൻ, ഭരതൻ, KG ജോർജ് തുടങ്ങിയവർ 80കളിൽ സമ്മാനിച്ച ഗംഭീര ത്രില്ലറുകളോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഇന്നത്തെ കാലത്തെ പടം. മറ്റാരുടെയോ ചരടുകളാൽ വലിക്കപ്പെടുന്ന ഏതൊക്കെയോ തടവറകളിലാണ് നമ്മുടെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സിനിമയാണിത്. ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ ജീവിതം എന്തൊരു ലൈഫായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഉള്ളുലഞ്ഞു പോകും. എന്ത് ചെയ്താലാണ്, എങ്ങനെ പ്രതികരിച്ചാലാണ് ഒരു സംതൃപ്തി കിട്ടുക എന്നൊരു ആത്മരോക്ഷം നമുക്ക് തോന്നുന്ന അവസ്ഥ. സോ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ നൽകുന്ന സ്ക്രിപ്റ്റ്, കിടിലൻ മേക്കിംഗ്, കിടിലൻ പ്രകടനങ്ങൾ. ഒപ്പം ഈ പടത്തിനൊരു ഫ്ലോ ഉണ്ട്. നമ്മളൊരു തോണിയിൽ ഒരു കാട്ടരുവിയിലൂടെ ഒഴുകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റിൽ പല പ്രതിസന്ധികളും തരണം ചെയ്ത് നമ്മളിങ്ങനെ മല കയറുന്ന പോലെ ഒരു തോന്നൽ. അതാണ് ഇതിന്റെ ഒരു കഥ പറച്ചിലിന്റെ ബ്യൂട്ടി. കുന്നു കയറി വന്ന എല്ലാവരുടെയും കിടിലൻ പെർഫോമൻസ് ആണ്. വിനീത് അശോകൻ, പിന്നെ നരേൻ, ബിനു പപ്പു, രഞ്ജിത്ത് ശേഖർ, പിന്നെ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒന്നായ കുര്യച്ചനായിട്ട് വന്ന സൗരഭ് സച്ദേവ്. എല്ലാവരും ഗംഭീര പ്രകടനങ്ങളായിരുന്നു. പിന്നെ ഇതിലെ നായകൻ പിയൂസ് ആയിട്ട് വന്ന സന്ദീപ് പ്രദീപ്. ഇത് ജസ്റ്റ് തുടക്കമെന്ന് ഞാൻ പറയുള്ളൂ, കക്ഷി വേറെ ലെവലിലെത്തും. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ മ്ലാത്ത് ചേട്ടത്തിയായിട്ട് വന്ന ബിയാന മോമിൻ. അവർക്ക് നടി KPSC ലീലയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഡബിംഗ് ആണെന്ന് തോന്നാത്ത വിധത്തിൽ നല്ല ലിപ്സിംഗും കൃത്യം എക്സ്പ്രഷൻസും നൽകി കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച സിം റീ ഫെയും കിടലനായിരുന്നു. തിരക്കഥാകൃത്തായ ബാഹുൽ രമേശ് തന്നെ ക്യാമറയിൽ പകർത്തിയ മനോഹരമായ വിഷ്വലുകൾ, പടത്തിന്റെ ഓരോ മൂഡിനനുസരിച്ച് മിസ്റ്ററി നിലനിർത്തി മുജി മജീദ് ഒരുക്കിയ കിടലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയെ വല്ലാതെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഒരു മസ്റ്റ് വാച്ച് മാസ്റ്റർ പീസ് ഐറ്റമാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ഈ പടത്തിന്റെ പ്രതിധ്വനി നിങ്ങളുടെ മനസ്സിന്റെ മലനിരകളിൽ കുറെ കാലം നിലനിൽക്കും.